അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ തദ്രീബു തിലാവയുടെ പരിപൂർണ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം 8, 9, 10 പാഠങ്ങളുടെ റിവിഷൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാം പാഠം മുതൽ നോക്കാം. അപ്പോൾ എട്ടാമത്തെ പാഠം അൽ ഇദ്ഗാമും ബിഗുന്ന വ ബിലാഗുന്ന. അപ്പോൾ ഇദ്ഗാമും ബിഗുന്നയും ഇദ്ഗാമും ബിലാഗുന്ന കണ്ടോ, അൽ ഇദ്ഗാമും ബിഗുന്ന, ഇതെന്താ വായിക്കുക, അൽ ഇദ്ഗാമും ബിലാഗുന്ന. അപ്പോൾ രണ്ടും തമ്മിൽ ലാ ഉള്ള വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ലാ ഇല്ല, ഇവിടെ ലാ ഉണ്ട്. ബിലാഗുന്ന, ഇവിടെ ഇദ്ഗാമും ബിഗുന്ന. ഓക്കെ, എന്താണ് ഈ ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ? സുക്കൂനുള്ള നൂന് പറഞ്ഞാൽ ഇങ്ങനത്തെ നൂനോ അല്ലെങ്കിൽ നൂനുണ്ടാകും, പക്ഷേ നൂനിൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ലാത്തതാണ്. ഇത് രണ്ടും സുക്കൂനുള്ള നൂന് തന്നെ കേട്ടോ. സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം, ഇത് തെൻവീൻ പറഞ്ഞാൽ ഇതാ കണ്ട തെൻവീന്. അപ്പോൾ തെൻവീനിൻ്റെയോ ശേഷം നൂന്, വാവ്, മീമ്, യാവ് എന്നീ അക്ഷരങ്ങൾ വന്നാൽ ആ നൂനിനെയും തെൻവീനെയും ശേഷമുള്ള അക്ഷരത്തിൽ ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉച്ചരിക്കണം. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. ഇവിടെ തെൻവീന് കണ്ടോ, ഇതാണ് തെൻവീന്. ഈ തെൻവീന് ശേഷം എന്താണ് ഇവിടെ അക്ഷരം? മീമാണ്. ഇവിടെ എന്താ പറഞ്ഞത്? സുക്കൂനുള്ള നൂനിൻ്റെയോ അല്ലെങ്കിൽ തെൻവീനിന് ശേഷം നൂനോ വാവോ മീമോ യാവോ വന്നാൽ എന്ത് ചെയ്യണം? ഇതിനെ തെൻവീൻ എന്ത് ചെയ്യണം? ഈ മീമിൽ ലയിപ്പിച്ചിട്ട് ഓതണം. അപ്പോൾ കുല്ലു നഫ്സിൻ മഅഹ, ഇവിടെ നഫ്സിൻ ഉണ്ടാവും, പക്ഷേ ആ നഫ്സിൻ എന്നുള്ളത് ഓതൂല. ഒരു കസർ ഉണ്ടാകുമ്പോൾ എങ്ങനെ നമ്മൾ ഓതുക? നഫ്സി, അതുപോലെയാണ് ഇവിടെ ഓതുക. എന്നിട്ടോ മറ്റേ കസർ എന്ത് ചെയ്യും? ഇതിലേക്ക് ചേർക്കും. അപ്പോൾ കുല്ലു നഫ്സിൻ മഅഹ. ഇതാണ് എന്ത്? അൽ ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെയോ തെൻവീൻ്റെ ശേഷം നൂന്, വാവു, മീമ്, യാവ്. അതിന് നമുക്ക് എന്ത് ചെയ്യുക? ഷോർട്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? നൗമി എന്നാക്കാം. നൗമി. അപ്പം എന്തായി? നൂന്, വാവ്, മീമ്, യാ. കണ്ടോ? നൗമി. അപ്പോൾ ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങൾ ഏതെല്ലാം? നൗമിയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അപ്പോൾ സാക്കിനായ നൂൻ്റെ തൻവീന് ശേഷം നൂനോ വാവോ മീമോ അതിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അതിനെന്ത് പറയും? ഇദ്ഗാമും ബിഗുന്ന എന്ന്. അപ്പോൾ ഇദ്ഗാമും ബിലാഗുന്ന എന്ന് പറഞ്ഞാലോ ഇതേപോലെ തന്നെ സാക്കിനായ നൂൻ്റെ തൻവീന് ശേഷം ഈ അക്ഷരം പറയരുത്. നൂന് വാവ് മീമല്ല, പിന്നെ രണ്ടക്ഷരമാണ് ബിലാഗുന്നക്ക്, ലാമ്, റാ. ഏതൊക്കെയാണ്? ലാമ്, റാ, ലറ. നമുക്ക് ലറ എന്ന് ഷോർട്ടാക്കാം, ലറ. അപ്പോൾ സാക്കിനായ നൂൻ്റെ തൻവീന് ശേഷം ലാമോ റാഓ വന്നാൽ എന്ത് ചെയ്യണം? അവിടെ അതിലേക്ക് ചേർത്തി ലയിപ്പിച്ച് എന്ത് ചെയ്യണം? മണിക്കാതെ ഓതണം. അതാണ് ശേഷം ലാമോ റാ എന്നീ അക്ഷരങ്ങളാണെങ്കിൽ മണിക്കാതെ, നൂന് വാവു മിയോ എന്നീ അക്ഷരങ്ങളാണെങ്കിൽ മണിച്ചും ഉച്ചരിക്കേണ്ടത്. അപ്പം മണിക്കാതെ ശ്രദ്ധ ചെയ്ത് ഓതണം. അപ്പം മണിക്കാതെ എങ്ങനെ ശ്രദ്ധ ചെയ്ത് ഓതുക? അതിന് നമുക്കൊരു ഉദാഹരണം നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാവും. ഇതാ ഇവിടെ തെൻവീൻ ഉണ്ടല്ലോ, ഉണ്ട്. തെൻവീന് ശേഷം അത് അക്ഷരം റാ ആണ്. അപ്പോൾ ഇവിടെ മണിക്കാതെ ശ്രദ്ധ ചെയ്ത് ഓതണം. അപ്പോൾ ഗഫൂറുർ റാ, ഇവിടെ രണ്ട് ലമ്മുണ്ട് അല്ലേ, അതിൽ ഒരു ലമ്മ് മാത്രം കൂട്ടിയാൽ മതി. അപ്പം എങ്ങനെ വരിക? ഗഫൂറു. എന്നിട്ടോ അടുത്ത് റാ വായിക്കുക. അപ്പോൾ ഗഫൂറുർ റാ എങ്ങനെ വായിക്കുക? ഗഫൂറുർ റഹീം. കണ്ടോ? ഇനി ഇവിടെ കണ്ടോ തെൻവീന് ശേഷം അത് അക്ഷരം ഈ അലിഫ് കൂട്ടൂല, ലാമ്. അപ്പോൾ തെൻവീന് ശേഷം ലാമ് വന്നു. നൂനിന് ശേഷമോ അല്ലെങ്കിൽ തെൻവീന് ശേഷമോ ലാമോ റാവോ വരണം. അങ്ങനെ വന്നാൽ എന്താവും? മണിക്കാതെ ചേർത്തി ഓതണം. അപ്പോൾ ഖൈറല്ലഹും, ഇവിടെ തെൻവീൻ ഉണ്ടാകുമ്പോൾ തെൻവീനിൽ ഒരു വരെ മാത്രം കൂട്ടുള്ളൂ. അപ്പോൾ ഖൈറ അപ്പുറത്തേക്ക് ലാമിലേക്ക് ചേർത്ത്, അപ്പോൾ ഖൈറല്ലഹും. പിന്നെ റിസ്ഖല്ലിൽ ഇബാദ്, തവ്വാബുർ. ഇവിടെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? മണിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇദ്ഗാമും ബിഗുന്ന എന്താണെന്നും ഇദ്ഗാമും ബിലാഗുന്ന എന്താണെന്നും മനസ്സിലായി. ഓക്കെ അല്ലേ? ഇനി നിങ്ങളോട് പരീക്ഷക്ക് എന്താണ് ഇദ്ഗാമും ബിഗുന്ന, എന്താണ് ഇദ്ഗാമും ബിലാഗുന്ന എന്നൊന്നും ഒരിക്കലും ചോദിക്കൂല. പിന്നെ ചോദിക്കുക എന്താണ്? നിങ്ങൾക്കൊരു ഉദാഹരണം തന്നിട്ട് അതിൽ ഇദ്ഗാമും ബിഗുന്നയാണോ ബിലാഗുന്നയാണോ ചോദിക്കും. രണ്ടാമത്തെ ഒരു ചോദ്യം ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങൾ ചോദിക്കും.
അല്ലെങ്കിൽ ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ഒരു ഉദാഹരണം തന്നിട്ട് ആ ഉദാഹരണത്തിൽ ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം ഏതെന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. കുല്ലു നഫ്സിൻ മഅഹ. ഇവിടെ ഇദ്ഗാമും ബിഗുന്നയോ ബിലാഗുന്നയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തപ്പി നോക്കേണ്ടത് ഇതാണ്. ഏത്? ഈ സുക്കൂനുള്ള നൂനോ ഒന്നുമില്ലാത്ത നൂനോ ഉണ്ടോ നോക്കുക. ഒന്നുമില്ലാത്ത നൂനോ സുക്കൂനുള്ള നൂനോ നോക്കുക. എന്നിട്ട് അതിന് ശേഷം എന്താണ്, നൂനോ വാവോ മീമോ യാവോ ഇതിലേതെങ്കിലും അക്ഷരം ഉണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇദ്ഗാമും ബിഗുന്നയായിരിക്കും. ഇനി ഇത് രണ്ടും നോക്കിയതിന് ശേഷം അതിനുശേഷം ലാമോ റാ ആണെങ്കിൽ എന്താ? ഇദ്ഗാമും ബിലാഗുന്നയായിരിക്കും. നമുക്ക് ആദ്യം തപ്പാം. ഇവിടെ നോക്കുക. ഇതിൽ ആദ്യം നിങ്ങൾ തപ്പേണ്ടത് എന്താണ്? നൂനോ തൻവീനോ ഉണ്ടോ നോക്കുക. തൻവീന് 3 വിധത്തിൽ വരും. എങ്ങനെ? ഫതഹ് തൻവീൻ, കസ്ർ തൻവീൻ, ലമ്മ് തൻവീൻ, അല്ലേ? 3 വിധത്തിലുണ്ടാവും. അപ്പോൾ ഇതിൽ അല്ലെങ്കിൽ സാക്കിനായ നൂൻ ഇതിലേതെങ്കിലും ഉണ്ടോ നോക്കുക. ആദ്യം നമ്മൾ നോക്കേണ്ടത് സുക്കൂനുള്ള നൂനോ ഒന്നുമില്ലാത്ത നൂനോ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് വിട്ട്. ഇനി തൻവീൻ ഉണ്ടോ? ഉണ്ട്. എന്ത് തൻവീനാണുള്ളത്? ലമ്മ് തൻവീൻ ഉണ്ട്. ഓക്കെ, അത് മാത്രം മതിയോ? ഇല്ല. തൻവീന് ശേഷമുള്ള അക്ഷരം ഏതാ നോക്കണം. വാവാണ്. അപ്പോൾ വാവ് ഇതിൽ പെട്ടതാണോ? ഇതിൽ പെട്ടതാണ്. അപ്പോൾ ഇദ്ഗാമും ബിഗുന്നയാണ്. അപ്പോൾ ഈ ഉദാഹരണം എന്തിന് ഉദാഹരണമാണ്? ഇദ്ഗാമും ബിഗുന്ന. അപ്പോൾ എങ്ങനെ നമ്മൾ നോക്കുക? ആദ്യം എന്ത് നോക്കണം? തൻവീന് നോക്കണം, അല്ലെങ്കിൽ നൂനുണ്ടോ നോക്കണം. അതുണ്ട്, അത് മാത്രം കിട്ടിയാൽ പോരാ. അത് കിട്ടിയാൽ സിന്ദാബാദ് വിളിച്ച് പോകരുത്. പിന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള അക്ഷരം ഏതാ നോക്കണം. ഇവിടെ ശുഊബം വ ഖബായില. ഇവിടെ തൻവീൻ ഉണ്ട്. തൻവീന് ശേഷം അക്ഷരം വാവാണ്. വാവ് എന്തിൽ പെട്ടാണ്? നൗമിയിൽ പെട്ടാണ്. അപ്പോൾ ഇദ്ഗാമും ബിഗുന്നയാണ്. ഇത് ഇദ്ഗാമും ബിഗുന്നയാണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെയാണ്. അൻ യൗക്കുല. അൻ യൗക്കുല എന്ന് പറയുമ്പോൾ ഇവിടെ നൂനുണ്ടോ? നൂനാണ് ഇവിടെ, അല്ലേ? തൻവീൻ അല്ലേ, നൂനാണ്. നൂന് ശേഷം അക്ഷരം യാ ആണ്. നൗമിപ്പെട്ട അക്ഷരം അല്ലേ? അപ്പോൾ ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ അൻ യൗക്കുല. ഇവിടെ ഗഫൂറുർ റഹീം. ഇദ്ഗാം ബിലാഗുന്നയാണ്. ഇദ്ഗാമും ബിഗുന്ന, അല്ലേ? ഇനി നിങ്ങൾ തന്നെ പറയും ഓരോന്ന്, അല്ലേ? ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാഗുന്ന, അല്ലേ? അങ്ങനെ ഓരോന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉദാഹരണത്തിൽ നിന്ന് ഇദ്ഗാമും ബിഗുന്ന ഏത്, ഇദ്ഗാം ബിലാഗുന്നയാണോ എന്ന് തിരിച്ചറിയാനായിരിക്കും നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവുക. പിന്നെ ഇദ്ഗാമും ബിഗുന്നേൻ്റെ അക്ഷരങ്ങൾ പഠിക്കുക, ഇദ്ഗാമും ബിലാഗുന്നേൻ്റെ അക്ഷരങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് ഈ ബോക്സ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഹിഫ്ള് പരീക്ഷയ്ക്ക് വരിക. റബ്ബന അഫ്രിഖ് അലൈന സ്വബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ഇവിടെ നോക്കുക. ഇതിൽ തൻവീനോ നൂനോ ഉണ്ടോ? സുക്കൂനുള്ള നൂനുണ്ട്. നാ ഉണ്ട്. ഇത് പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ഇത് സുക്കൂനുള്ള നൂനല്ല. ഇവിടെ നാ ഉണ്ട്. ഇത് പറ്റുമോ? പറ്റൂല. ഇവിടെ തൻവീൻ ഉണ്ടല്ലോ. തൻവീൻ ഉണ്ട്. തൻവീന് ശേഷം അക്ഷരം വാവാണ്. അപ്പോൾ നമ്മൾ പഠിച്ച അക്ഷരമാണ്. ഇവിടെ നൂനുണ്ട്. നൂന് ശേഷം അക്ഷരം സുക്കൂനുള്ള നൂനാണ്. പക്ഷേ ശേഷമുള്ള അക്ഷരം ഏതാ? സ്വാദാണ്. അത് നമ്മൾ പഠിച്ചില്ല. അത് പഠിച്ചു. അടുത്തത് 9ാമത്തെ പാഠം ഇഖ്ഫാ, അല്ലേ? ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ 15 അല്ല 18. അത് നിങ്ങൾക്ക് ഓർമ്മ ആണ് കേട്ടോ. 18 അക്ഷരങ്ങളാണ് ഈ യൂണിറ്റിൽ. അല്ല 18 അല്ല 15 തന്നെ. 15 തന്നെ. ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ എത്ര? 15. ഇവിടെ ഈ പാഠത്തിൽ 7 ഈ പാഠത്തിൽ 8. അപ്പോൾ 8ഉം 7ഉം എത്ര? 15. അപ്പോൾ ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ എത്രയാണ്? 15. പഠിച്ചില്ലേ? ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ എത്രയാണ്? 15. എണ്ണം തെറ്റി പോകരുത്. ഇനി നമ്മൾ ആദ്യം എന്താണ് ഇഖ്ഫാ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കൂലേ. സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീൻ്റെ ശേഷം താ സാ ജാ ജീമ് ദാല് ദാല് സാ സീന് ഷീന് സ്വാദ് ലോദ് തോ ലോ ഫാ ഖാഫ് കാഫ് ഈ അക്ഷരങ്ങൾ വന്നാൽ, എന്നിൽ ഏതെങ്കിലും അക്ഷരം വന്നാൽ ആ നൂനിനെയും തൻവീനെയും അവ്യക്തമാക്കി ഉന്നത്ത് മാത്രമായി ഉച്ചരിക്കണം. അതിനാണ് എന്ത് പറയുക? ഇഖ്ഫാ എന്ന് പറയുക. അവ്യക്തമാക്കി മണിച്ച് ഉച്ചരിക്കണം. ഉന്നത്തേറെ മണിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം തപ്പേണ്ടത് എന്താണ്? സുക്കൂനുള്ള നൂനോ ഒന്നുമില്ലാത്ത നൂനോ തൻവീനോ ഉണ്ടോ നോക്കണം. തൻവീൻ ഇത് മാത്രമല്ല, ലമ്മ് തൻവീൻ ഉണ്ട്, കസ്ർ തൻവീനുണ്ട്. അപ്പോൾ അതുണ്ടോ നോക്കണം. അതുണ്ടായതിന് മാത്രം പോരാ, അതിന് ശേഷം ഈ ചുവപ്പ് അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരം ഉണ്ടോ നോക്കണം. അപ്പോൾ ഇഖ്ഫാഇൻ്റെ അക്ഷരം എത്രയാണ്? 15. 15 എങ്ങനെ കാണാതെ പഠിക്കും? അതിന് ഷോർട്ട് ഉണ്ട്. നമുക്ക് ഒരു ഷോർട്ട് ആക്കാം. ഫസ്റ്റ് ഇത് 3 ഒരു സെറ്റ് ആക്കുക. അപ്പം ഇത് നമുക്ക് ഫത്ത് കൊടുത്താൽ ചോദിക്കുക തസജ. തസജ. ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ തസജ. ഫസ്റ്റ് സ്റ്റെപ്പ് തസജ. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ദാല് ദാല് സായ്, ദാല് ദാല് ജാ സായ്, ദാല് ദാല് സായ്. അപ്പോൾ തസജ ദാല് ദാല് സായ്, തസജ ദാല് ദാല് സായ്, തസജ ദാല് ദാല് സായ്. അപ്പം എന്തായി? നമ്മൾ 6 അപ്പം തന്നെ പഠിച്ചു. ഇനി ബാക്കിയുള്ളതൊരു സെറ്റ് ഇവിടെ മുതൽ ഇവിടം വരെ. സീന് ഷീന് സ്വാദ് ലോദ് തോ ലോ സീന് ഷീന് സ്വാദ് ലോദ് തോ ലോ സീന് ഷീന് സ്വാദ് ലോദ് തോ ലോ. അപ്പം അതും പഠിച്ചു. പിന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ കാഫിന് ഇങ്ങോട്ട് ഇടുക. അപ്പം എന്ത് തരിക?
ക ഫ ക. അപ്പോൾ ഇതിങ്ങനെ പഠിക്കുക കഫക 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 ഇങ്ങനെ പഠിച്ചില്ലേ. 2 കാഫുണ്ട് ഇവിടെ, പുള്ളിയുള്ള കാഫുണ്ട് പുള്ളിയില്ലാത്ത കാഫുണ്ട്. അപ്പോൾ 3 സെറ്റാക്കി നമ്മൾ പഠിച്ചു. 3 സെറ്റാക്കി പഠിക്കലോടുകൂടി നമ്മൾ 15 അക്ഷരം ബൈഹാട്ടാക്കി. ഫസ്റ്റ് ഇഖ്ഫായിൻ്റെ അക്ഷരം ത സ ജ, അപ്പോൾ താഉ സാഹു ജീം പഠിച്ചു. അടുത്തത് ദാല് ദാല് സായ്, ദാല് ദാല് സായ്, ദാലും ദാലും സായും പഠിച്ചു. അപ്പോൾ എത്ര 6. പിന്നെ സീന് ഷീന് സ്വാദ് ലോദ് തോ ലോ, അപ്പോൾ എത്ര 2 4 6. അപ്പോൾ 6 6 എത്ര 12. ഇനി 3 കൂടി. മൂന്നേതാ ഈ കഫക്ക. എന്താണ് കഫക്ക. അപ്പോൾ എത്ര 15 അക്ഷരങ്ങൾ. അപ്പോൾ നമ്മൾ ഇഖ്ഫ ആണോ, ഒരു ചോദ്യം വന്നാൽ ഇഖ്ഫ ആണോ നോക്കാൻ എന്താ വേണ്ടിയത്? ആദ്യം നമ്മൾ സുക്കൂനുള്ള നൂനോ തൻവീനോ തപ്പുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് ശേഷമുള്ള അക്ഷരം നോക്കാം. നമുക്ക് നോക്കല്ലേ? നോക്കാം. സുക്കൂനുള്ള നൂന് കണ്ടോ? കണ്ടു. ശേഷമുള്ള അക്ഷരം ഷീനാണ്. ഷീൻ ഇതിൽ പെട്ടതാണോ നോക്കുക. അങ്ങനെ നോക്കുക, ചെല്ലി നോക്കുക. തസജ, പിന്നെ ദാല് ദാല് സൈ, സീന് ഷീന് കടാ സുഷീനാണ്. അപ്പം എന്താണ്? ഇഖ്ഫ ആണ്. അപ്പം മിൻ ഷൈൻ. ഇവിടെ എന്താ? ജീമാണ്. നൂനേഷൻ ജീമാണ്. അടുത്ത് യൗമ ഇദിൻ സമാനിയ. ഇവിടെ എന്താ ഉള്ളത്? തൻവീൻ ഉണ്ട്. തൻവീൻ ശേഷം അക്ഷരം സ ആണ്. സ ഉണ്ടോ? ഉണ്ട്. തസജ കണ്ടോ? ഇനി നോക്കാം, ഇവിടെ ഒക്കെ നോക്കാം. മിൻ ദൂനിഹി ഇഖ്ഫ ആണോ ഇദ്ഗാം ബിഗുന്നയാണോ ഇദ്ഹാർ ആണോ? വേഗം പറ ഏതാണ്? ഇഖ്ഫ ആണ്. ആമൻതു എന്താണ്? നൂന് ശേഷം അക്ഷരം ത്വ ആണ്. തസജ. മിൻ ദഹബിൻ ദാലി ദാലി സായ് പഠിച്ച്. മിൻ സബീലിൻ അൻസല കണ്ടോ? മിൻ ദാബത്തിൻ ഖൗലൻ സഖീല കലിമത്തുൻ സബഖത്. ഇതൊക്കെ ഇഖ്ഫ ആണ്. മനസ്സിലായില്ലേ? അടുത്തത് അടുത്ത പാഠം ഇഖ്ഫായ് 2. അതായത് നേരത്തെ നമ്മൾ പഠിച്ചത് അവിടെ കുറച്ച് അക്ഷരം, ഇവിടെ കുറച്ച് അക്ഷരം ഫോക്കസ് ചെയ്യുക, അത്രേ ഉള്ളൂ. 2 ഒന്നാണ്. നമ്മൾ ആ പാഠത്തിൽ തന്നെ 15 അക്ഷരം പഠിച്ചു കഴിഞ്ഞു. ഇതാ പറയുന്നത് സുക്കൂണിലെ നൂൻ്റെ തൻവീന് ശേഷം ഇങ്ങനെ എന്നീ അക്ഷരങ്ങൾ വന്നാൽ ആ നൂനെയും തൻവീനെ അവ്യക്തമാക്കി ഉന്നത്ത് മാത്രമാക്കി ഉച്ചരിക്കണം. പിന്നെ 7 അക്ഷരങ്ങളാണ് ഈ ഈ യൂണിറ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ 7 അക്ഷരം, അവിടെ 8. അപ്പോൾ 8 7 15 അത്രേ ഉള്ളൂ സംഭവം. ഷെയ് ഇൻ ഖദീർ. ഇവിടെ നിങ്ങൾ പറഞ്ഞാട്ടെ ഷെയ് ഇൻ ഖദീർ. തൻവീൻ ഉണ്ടല്ലോ, തൻവീൻ ശേഷം കാഫാണ്. അപ്പോൾ ഏതാണ്? ഇഖ്ഫ ആണ്. ഖഫക അല്ലേ? ഫരീഖും ഫിൽ ജന്ന ബിരീഹിൻ സർസർ. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള എന്താണ്? ഈ ദുആ ഹിഫ്ളിന് പഠിക്കണം. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബന വ ഇസ്റാഫന ഫീ അംരിന വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. പാഠം കഴിഞ്ഞു. ഇല്ല 8 9 10 പാഠം കഴിഞ്ഞു. ഇനി നമ്മൾ 1-ാം പാഠം മുതൽ റിവിഷൻ ചെയ്യാൻ പോകണം. നമുക്ക് ഇവിടെ 3-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കുറേ അക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഓരോ ഭാഗത്തും ഓരോ അക്ഷരങ്ങൾ പഠിക്കാം. ഇപ്പം നമ്മൾ പഠിച്ച ഇദ്ഗാമും ബിഗുന്നൻ്റെ അക്ഷരങ്ങൾ 4 പഠിച്ചു. ഇദ്ഗാമും ബിലാഗുന്നൻ്റെ അക്ഷരങ്ങൾ 2 എണ്ണം പഠിച്ചു. പിന്നെ ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ 15 എണ്ണം പഠിച്ചു. അപ്പോൾ എത്രയായി? അപ്പോൾ നോക്കുക, ഇദ്ഗാം ബിഗുന്ന നൂന് വാവു മീമി യാ 4. ഇദ്ഗാം ബിലാഗുന്ന ലാമ് റാ അത് 2 എണ്ണം. പിന്നെ ഇഖ്ഫായിൻ്റെ അക്ഷരം എത്രയാണ്? 15 അല്ലേ? തസജ ദാല് ദാല് സായ് സീന് ഷീന് സ്വാദ് ലോദ് തോ ലോ, പിന്നെ കഫക. അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള എന്താ? ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ. ചുണ്ട് എന്നുള്ളതിൻ്റെ അറബി എന്താ? ഷഫത്തൈൻ. അപ്പോൾ ഹുറൂഫ് പറഞ്ഞ അക്ഷരങ്ങൾ. അപ്പോൾ ഹുറൂഫ് ഷഫത്തൈന് ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ. ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ പഠിക്കാനൊരു ഷോർട്ട് ഉണ്ട്. എന്താ? വബമഫ 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 വബമഫ. വാവു ബാ മീമ് ഫ കണ്ടോ? അപ്പോൾ ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ നിങ്ങൾക്കൊരു ഉദാഹരണം എന്ന രീതിയിൽ നിന്ന് ഷുറൂഫ് ഷഫത്തേനെ എടുത്ത് എഴുതാന്ന് പറഞ്ഞാൽ വാവ് ഉണ്ടെങ്കിൽ എടുത്ത് എഴുതിയാൽ മതി. ബാ ഉണ്ടോ നോക്കുക, ബീം ഉണ്ടോ നോക്കുക. നമുക്ക് ആദ്യം അറിയാം തദ്രീബ് തിലാവയിൽ ആകെ 20 മാർക്കിൻ്റെ ചോദ്യമേ വരുള്ളൂ. നിങ്ങൾ ആരും ബേജാറാവുണ്ട് കേട്ടോ. പക്ഷേ ആ 20 മാർക്ക് നിങ്ങൾ കളയരുത്. 1 മാർക്ക് പോലും നിങ്ങൾ കളയരുത്. വളരെ സിമ്പിളായ ചോദ്യമായിരിക്കും. വഹുവ ഇതിൽ ഷഫത്തിൻ്റെ അക്ഷരം ഉണ്ടോ? ഇതാ വാട് ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ മദ്മൂമുൻ ഇവിടെ ഏതാ ഉള്ളത്? മീമാണ്. ഇവിടെ വാവുണ്ടോ? ഇല്ല. ഇവിടെ വാവ് നീട്ടാനാണ്. നീട്ടാനുള്ള വാവ് കൂട്ടുമോ? കൂട്ടൂല. അത് അൽ വായതു ഇവിടെ വാവുണ്ട്. അമിൻതും ഇവിടെ മീമുണ്ട്, ഇവിടെ മീമുണ്ട്. കണ്ടോ? ഇതൊക്കെ ചുണ്ടിൻ്റെ അക്ഷരങ്ങളാണ്. ഫുതൂർ. അടുത്ത് ഖുലിക ഹലു ആ ഇതിലൂടെ ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ. വബമഫ ഇതിൽ പിന്നെ ചുണ്ടിൻ്റെ അക്ഷരം ഉണ്ടോ? വബമഫ വാവുണ്ടല്ലോ. പക്ഷെ ഇത് ചുണ്ടിൻ്റെ അക്ഷരമായിട്ട് കൂട്ടോ? കൂട്ടൂല. ഇവിടെ എന്താ? നീട്ടാനാണ്. ഇവിടെ വാ വീവു അങ്ങനെ എന്തെങ്കിലും വേണം. മനസ്സിലായോ? ഫഅ്തറഫു വബമഫ ഫാണ്ട് അല്ലേ? പിന്നെ അടുത്ത് ഫാണ്ട്. പിന്നെ ബിസാത ബാ ഉണ്ട്. അടുത്ത് ഫി ഉതുവിൻ വനുഫൂർ ഇവിടെ എന്താ? വാവ്. പിന്നെ വാണ്ട് ഫാണ്ട് അല്ലേ? ഈ വാവ് കൂട്ടോ? കൂട്ടൂല. പഠിച്ചില്ലേ? അടുത്ത റബ്ബി സിദിനെ ഇൽമ കാണാതെ പഠിക്കുക. അടുത്ത ഹുറൂഫുൽ ജൗഫ്. ഹുറൂഫുൽ ജൗഫ് പഠിക്കാനും ഹുറൂഫുൽ ജൗഫ് 3 എണ്ണാണ്. ഉറൂഫ് ഷഫത്തേന് 4 വബമഫ. ഇവിടെ പഠിക്കാനും ഷോർട്ട് ഉണ്ട്. ആവി എന്ന് പഠിച്ചാൽ ആവി എന്ന് പറഞ്ഞാൽ അലിഫു വാവു യാവ്. അതാണ് ഹുറൂഫുൽ ജൗഫ്. ഹുറൂഫുൽ ജൗഫ് ഏതൊക്കെയാണ്? അലിഫു വാവു യാവ്. ആവി.
ഇനി അലിഫ് എല്ലായിടത്ത് വന്നാലും എന്തല്ല ഹുറൂഫുൽ ജൗഫ് അല്ല, നീട്ടുന്നിടത്ത് വന്ന് വരുമ്പോഴേ എന്താവുള്ളൂ ഹുറൂഫുൽ ജൗഫ് ആവുള്ളൂ. ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ എന്താ പഠിച്ചേ? ആ വി അലിഫ് വാവ് യാ, ഇവിടെ യാ ഉണ്ടല്ലോ, ഈ യാ ഹുറൂഫുൽ ജൗഫ് ആണോ അല്ലേ? നിങ്ങൾ പറ. അല്ല. ഉസ്താനല്ലേ പറഞ്ഞ യാ ഹുറൂഫുൽ ജൗഫാണ്, ഇവിടെ പറ്റൂല. എന്താ? നീട്ടുന്നണം, നീട്ടാൻ വന്നതായിരിക്കണം. എന്തായിരിക്കണം? നീട്ടാൻ വന്ന യാ ആയിരിക്കണം, അപ്പോഴേ ഹുറൂഫുൽ ജൗഫ് ആവുള്ളൂ. അപ്പൊ ഇവിടെ നീട്ടാൻ വന്നാണോ? ഊഹിയ, കണ്ട ഊഹിയ, ഊന് നീട്ടാൻ വന്നാലേ ഫതഹിനെ നീട്ടാൻ അലിഫുണ്ട്, കസറിനെ നീട്ടാൻ യാ ഉണ്ട്, ലമ്മിനെ നീട്ടാൻ, അങ്ങനെ നമ്മൾ പാട്ട് പഠിച്ചിരുന്നു. അപ്പൊ ലമ്മിനെ നീട്ടാൻ വന്നാണ് ഇവിടെ വാവ്. അപ്പൊ ഇതെന്താണ്? ഇത് ഹുറൂഫുൽ ജൗഫാണ്. ഇവിടെ യഹ്ദി യാ ഉണ്ടല്ലോ, ഇത് ഹുറൂഫുൽ ജൗഫാണോ? അല്ല. എന്തേ കാരണം? യാവിന് ഫതഹുണ്ട്, ഫതഹുള്ള യാ അല്ല നമ്മൾ നോക്കുന്നത്, പിന്നെ നീട്ടുന്ന യാ ആണ് നോക്കുന്നത്. യഹ്ദി, ഇൻസാനുൻ, യുഅ്മിനൂൻ, ഇവിടൊക്കെ ഈ റെഡ് കളറാണ് എന്ത്? ഹുറൂഫുൽ ജൗഫ്. മനസ്സിലായി എന്ന് കാണുന്നു. ഓക്കെ, അടുത്തത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഇത് ഹിഫ്ള് പരീക്ഷയ്ക്കേ വരുള്ളൂ. അടുത്ത ഹുറൂഫുൽ ലിസാൻ. ഹുറൂഫുൽ ലിസാൻ 18 ആട്ടോ. ഹുറൂഫുൽ ലിസാൻ എത്രയാണ്? 18. നേരത്തെ നമ്മൾ ഹുറൂഫ് ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ നേരത്തെ പഠിച്ചു, 15 അക്ഷരങ്ങൾ വരും. ആർക്കാണ്? ഇഖ്ഫായിനാണ്. ഇപ്പോൾ ഹുറൂഫുൽ ലിസാൻ എത്രയാണ്? 18. ഹുറൂഫുൽ ലിസാൻ പഠിക്കാൻ എന്താ ഷോർട്ട്? അതിന് ഷോർട്ട് ഉണ്ട്. അതിന് നമ്മൾ പണ്ട് അരക്കൊല്ല പരീക്ഷയ്ക്ക് നമ്മൾ റിവിഷൻ ചെയ്ത് പറഞ്ഞു. സീന് ഷീൻ ഒരു ജോഡി, സീന് ഷീന്, സ്വാദ് ലോദ് ഒരു ജോഡി, തോ ലോ വേറൊരു ജോഡി, പിന്നെ ദാല് ദാല് വേറെ ജോഡി, റോ സാ. സീന് ഷീന് സ്വാദ് ലോദ് തോ ലോ ദാല് ദാല് റോ സാ ഖാഫ് കാഫ്, പിന്നെ ത സ നൂന് ജീമ് ലാമ് യാ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സീനും ഷീനും ഒരു ജോഡിയാണ് അല്ലേ, ഒന്ന് പുള്ളി ഒന്ന് പുള്ളിയില്ലാത്ത. സ്വാദ് ലോദ് അതൊരു ജോഡിയാണ്, തോ ലോ ദാല് ദാല്. നമുക്ക് എന്താക്കാം? പുതിയാപ്പിളിയും പുതിയെണ്ണും വെക്കാം. സീനും ഷീനും, ഷീന് പുതിയാപ്പിളിയും സീന് പുതിയെണ്ണും, അത് സ്വാദ് ലോദ്, അങ്ങനെ ഓരോന്നും പുതിയാപ്പിളിയും പുതിയാപ്പിളും. അപ്പോൾ സീന് ഷീന് സ്വാദ് ലോദ് തോ ലോ. അപ്പോൾ എത്ര? 6 പഠിച്ചു. അടുത്ത് ദാല് ദാല് റോ സാ ഖാഫ് കാഫ്. അപ്പോൾ എത്രയായി? 6. 6 6 12. അടുത്ത് ത സ നൂന് 12 3 15. ജീമ് ലാമ് യാ. അപ്പോൾ എന്താണ്? 18. ഇവിടെ നമുക്ക് ഇതിങ്ങനെ പഠിക്കാം, ജലി എന്ന് പഠിക്കാം. ജലി, ജലി കേട്ടോ, ജലി. ജലി എന്ന് പറഞ്ഞാൽ അപ്പോൾ 18 അവസാനത്തെ 3 അക്ഷരമാണ് ജലി. പിന്നെ ബാക്കി നമുക്ക് പഠിക്കാനുള്ള എന്താണ്? സീന് ഷീന് സ്വാദ് ലോദ് തോ ലോ 6 അപ്പോൾ പഠിച്ചു. പിന്നെ അടുത്തൊരു പാട്ട് ദാല് ദാല് റോ സാ ഖാഫ് കാഫ്. അപ്പോൾ 6 പഠിച്ചു. 6 6 12. പിന്നെ ത സ നൂന് ജലി. ഓക്കെ, ജയ് ഹിന്ദ്. അപ്പോൾ നമ്മൾ 18 ഇതിനെന്താ പറയുക? ഹുറൂഫുൽ ലിസാൻ. ഇപ്പം നിങ്ങളോട് പറയാണ് ഷദീദ്, ഇതിൽ ഹുറൂഫുൽ ലിസാൻ ഉണ്ട് ചോദിച്ചാൽ നിങ്ങൾ ചെല്ലി നോക്കിയാൽ മതി. ഏത് ചെല്ലി വെക്കുക? നമ്മളെ പാട്ട് ചെല്ലി വെക്കുക. സീന് ഷീന് സ്വാദ് ലോദ് തോ ലോ. ഇതാ ഷീൻ ഉണ്ടല്ലോ, ദാലില്ലേ, ദാല് നമ്മൾ ഹുറൂഫുൽ ലിസാനിലില്ലേ? ഉണ്ടല്ലോ ദാല് ദാല്. 18 അക്ഷരങ്ങൾ. അപ്പം ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ, ചുവപ്പ് കളർ മാത്രമൊന്നുമല്ല. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളതാ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇഫ്ലിന് കാണാൻ പഠിക്കുക. ഇത് ഹുറൂഫുൽ ലിസാൻ ആണ്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ, എല്ലാം ഒറ്റ സെറ്റ് ഒരു സെറ്റാക്കി പഠിച്ചു. അത് തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ കാണാതെ പഠിക്കും. അടുത്ത ഹുറൂഫുൽ ഹൽഖ്. ഹൽഖ് പറഞ്ഞത് തൊണ്ടന്റെ ചിത്രം, തൊണ്ടേന്ന് വരുന്ന അക്ഷരങ്ങളാണ് എന്താ പറയുക? ഹുറൂഫുൽ ഹൽഖ്. അത് ഏതൊക്കെയാണ്? അംസ് ഹാ, ഇതാണ് ഏറ്റവും അടിയിൽ നിന്ന് വരുന്നത്. അംസ് ഹാ, ഐന് ഹാ ഗൈന് ഹാ. ഇവിടുന്ന് ഇങ്ങോട്ട് താഴ്ന്ന് മേലോട്ട് പഠിക്കാൻ എളുപ്പം കേട്ടോ. അംസ് ഹാ ഐന് ഹാ ഗൈന് ഹാ. ഇവിടെ പുള്ളിയുള്ള അയിനുണ്ട്, പുള്ളില്ലാത്ത കൈനുണ്ട് അല്ലെ, പുള്ളില്ലാത്ത കൈനും പുള്ളിയുള്ള കൈനുണ്ട്. പിന്നെ ഹാ ഉണ്ട്, മേലെ പുള്ളിയുള്ള ഹാ ഉണ്ട്, ജീമില്ല. പിന്നെ അംസു ഹാവും സെറ്റ് ആയില്ലേ? അംസ് ഹാ ഐന് ഹാ ഗൈന് ഹാ. എത്ര അക്ഷരം? 6. ഹുറൂഫുൽ ഹൽഖ് എത്രയാണ്? 6. ഇത് തന്നെയാണ് ഇൽഹാറിന്റെ അക്ഷരം കേട്ടോ, അത് ഓർത്ത് വെച്ചോളൂ. ഇൽഹാറിന്റെ അക്ഷരം ഏതന്നെയാണ്? ഹുറൂഫുൽ ഹൽഖ് തന്നെയാണ്. പദം പഠിച്ചു. റബ്ബന അഫ്രിഗ് അലൈന സ്വബ്റൻ വതവഫനാ മുസ്ലിമീൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കണം നോക്കട്ടെ. ഇവിടെ ഇദ്ഗാമും ബിഗുന്നുണ്ട്. എവിടെയാണ് ഇദ്ഗാം ബിഗുൻ എന്ന് പറഞ്ഞാട്ടെ? ഇദ്ഗാം ബിഗുന്നെ തപ്പാൻ ആദ്യം എന്താ നോക്കണ്ടേ? സുക്കൂനുള്ള നൂനുണ്ടോ നോക്കിയാട്ടെ. ഇല്ല. തൻവീൻ ഉണ്ടോ നോക്കാം. ഉണ്ടോ? തൻവീൻ ഉണ്ട്. അപ്പൊ തൻവീന് ശേഷം ഉണ്ടെങ്കിൽ തൻവീന് ശേഷമുള്ള അക്ഷരം നോക്കാം. വാവ് നൗമി പെട്ടല്ലേ? റെഡി സെറ്റ്. അടുത്ത അൽ ഗുന്ന. ഗുന്നത്തിന്റെ അക്ഷരങ്ങൾ 2ആണ്, മീമു നൂന്. നമുക്ക് മന എന്ന് പേരിടാം. മനമോള്. ഗുന്നത്ത് ഏതാണ്? മന. മീമു നൂന്. എന്താണ് ഗുന്നത്ത് പറഞ്ഞാൽ? അറബി അക്ഷരങ്ങളിൽ തരിമൂക്കിന്റെ സഹായത്തോടെ അല്ലാതെ ഉച്ചരിക്കാൻ കഴിയാത്ത 2 അക്ഷരങ്ങളാണ് മീമു നൂന്. ഈ അക്ഷരങ്ങൾക്ക് ഷദ് വന്നാൽ 2 ഹർക്കത്ത് ഉച്ചരിക്കുന്നു, അത്ര ദൈർഘ്യം കൊടുത്ത് മണിക്കണം. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട എന്താണ്? ഷദ് വന്നാൽ എന്ത് ചെയ്യണം? 2 ഹർക്കത്ത്. അതാ പഠിക്കേണ്ടത്. എത്ര ഹർക്കത്താണ് പഠിക്കുക? 2 ഹർക്കത്ത്. പിന്നെ
കൊടുത്തുകരിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ അൽ ജന്നത്തു വറുമ്മാനുൻ, അപ്പോൾ ഷദ് ചെയ്ത് പഠിക്കുക. ഇതാണിത് ഉന്നത്ത്. ഉന്നത്തിൻ്റെ അക്ഷരങ്ങൾ ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഉന്നത്തിൻ്റെ അക്ഷരങ്ങൾ മനമോള് പഠിച്ചില്ലേ. അടുത്ത് ഇഖ്ലാബ്. ഇഖ്ലാബിൻ്റെ അക്ഷരം ഒന്നേ ഉള്ളൂ. അതെന്താ? ഇഖ്ലാബ് എന്ന് എഴുതുമ്പോൾ അവസാനത്തെ അക്ഷരത്തെ ബാ, അതന്നെയാണ് ഇഖ്ലാബിൻ്റെ അക്ഷരം. സെറ്റായില്ലേ? ഇഖ്ലാബിൻ്റെ അക്ഷരം ഒന്നുള്ളു, അതേതാണ്? ബാ. ഇഖ്ലാബ് ബാ, ഇഖ്ലാബ് ബാ, ഇഖ്ലാബ്. സെറ്റ്. എന്താണ് ഇഖ്ലാബ് പറഞ്ഞാൽ? സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീൻ്റെ ശേഷം, എപ്പോഴും ഈ സുക്കൂനുള്ള നൂൻ തൻവീൻ അതിൻ്റെ കളിയാണ്. അതിന് ശേഷം ബാ എന്ന ഏകാക്ഷരം വന്നാൽ, ഏകാക്ഷരം എന്ന് പറഞ്ഞാൽ ഒരക്ഷരം വന്നാൽ നൂനിനെയും തൻവീനും മീമാക്കി മാറ്റി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. അപ്പം മീമാക്കി മറിക്കുക, അതിനാണ് എന്ത് പറയുക? ഇഖ്ലാബ് എന്ന് പറയും. അപ്പോൾ സാക്കിന നൂനെ തൻവീനെ എന്താക്കുക? മീമാക്കിയിട്ട് ഓതുക. അപ്പോൾ ഇവിടെ നോക്കാം. ആദ്യം നമ്മൾ ഇഖ്ലാബ് തപ്പണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സുക്കൂനിലെ നൂന് തൻവീൻ ഉണ്ടോ? നൂനുണ്ടല്ലോ, ഉണ്ട്. നൂന് ശേഷം ബ ആണോ? ബ ആണ്, അതുമാണ്. അപ്പം എന്ത് ചെയ്യണം? ഈ നൂനെ ഓതണ്ട, മീമാക്കി ഓതുക. അപ്പോൾ എന്ത് ചെയ്താ? ദംബുൻ. ദാ കഴിഞ്ഞിട്ട് ചുണ്ട് രണ്ടും പൂട്ട, ദംബുൻ. നമ്മൾ ശരിക്കും ഇവിടെ മീമില്ലെങ്കിൽ എങ്ങനെ ഓതാ? ദൻബുൻ ഓതുക, ദൻബുൻ അല്ലേ. പക്ഷെ ഇവിടെ നൂനെ മീമാക്കി മറിക്കുമ്പോൾ എന്താ ഓതുക? ദംബുൻ. ഓക്കെ. അടുത്ത അലീമും ബിയ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ രണ്ട് ബലുണ്ട്, രണ്ട് ലമ്മുണ്ടായിരുന്നു, അതാണ് ലമ്മ് തൻവീൻ അല്ലേ. അപ്പോൾ ആ ഒരു ലമ്മിനെ എന്താക്കി അവിടുന്ന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു? അവിടെ മീമ് കൊടുത്തു, ചെറിയ കുഞ്ഞു മീമ് കൊടുത്തു, അഥവാ തൻവീന് മീമാക്കിയിട്ട് മാറ്റി കൊടുത്തു. അപ്പോൾ അലീമും ബിമ. ഓക്കെ. ഇവിടൊക്കെ എന്തിനേ വരുള്ളൂ എന്ന് പറയും നിങ്ങൾക്ക്. അതായത് ഉദാഹരണം തന്നിട്ട് ഇത് ഇദ്ഗാമും ബിഗുന്നയാണോ, അല്ലെങ്കിൽ ഗുന്നത്താണോ, ഇൽഹാറാണോ, ഇഖ്ലാബാണോ, അതുപോലെ ചുണ്ടിൻ്റെ അക്ഷരം ഏതാണ്, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുള്ളൂ പരീക്ഷയ്ക്ക്. ഇപ്പോൾ വന്നജ്മു, ഇവിടെ എന്താ കണക്ക്? ഇവിടെ ഗുന്നത്ത് മാത്രമേ ഉള്ളൂ, ഷദ്ദുള്ള നൂന് വന്നു, ഗുന്നത്താണ്. കഅന്നഹുന്ന, ഇവിടെ ഒരു ഷദ്ദുള്ള നൂനുണ്ട്, ഇവിടെ ഷദ്ദ്, രണ്ടും എന്താണ്? ഗുന്നത്താണ്. മുദ്ഹാമ്മതാൻ, എന്താ? ഷദ്ദുള്ള മീമാണ്. അടുത്ത് മിംബാദ്, ഇവിടെ നമുക്ക് കണക്കുണ്ട്, എന്താ? ഇവിടെ ഇഖ്ലാബാണ്. എന്താ കാരണം? നൂനുണ്ടല്ലോ, നൂനുണ്ട്, ശേഷമുള്ള ബാ ആണ്. ബാ ആരുടെ അക്ഷര? ഇഖ്ലാബിൻ്റെ. ഓക്കെ, അങ്ങനെ നോക്കുക. അടുത്ത് നമുക്ക് പഠിക്കാം റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ, അത് കാണാൻ പഠിക്കും. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള എന്താണ്? അൽ ഇൽഹാർ. ഇൽഹാറാണ്. ഇൽഹാറിൻ്റെ അക്ഷരം നേരത്തെ പഠിച്ച ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ തന്നെ. ഏതൊക്കെ? അംസ്, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ, അതാണ് ഇൽഹാർ. ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താ? മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കുക. സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ, ഹൽക്കിൻ്റെ തൊണ്ടൻ്റെ അക്ഷരങ്ങൾ വന്നാൽ ആ നൂനും തൻവീനും മണിക്കാതെ വ്യക്തമായി ഉച്ചരിക്കണേനാണ് എന്ത് പറയുക? ഇൽഹാർ എന്ന് പറയുക. അപ്പം നൂനും തൻവീനും നോക്കുക, എന്നിട്ട് അതിന് ശേഷം അംസോ ഹാവോ ഐനോ ഹാവോ ഉണ്ടോ നോക്കുക. ഉദാഹരണം നോക്കുക. മിൻ ഇൽമിൻ, സുക്കൂനുള്ള നൂനുണ്ട്, ശേഷമുള്ള അക്ഷരം ഐനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വെളിവാക്കണം. മിൻ ഇൽമിൻ. ഇൻ അത്തബിയോ, ഇതൊക്കെ ഇൽഹാറാണ്. എന്താ കാരണം? ശേഷമുള്ള അക്ഷരം നോക്കിയാൽ മതി. അലീമൻ ഹക്കീമ, ഇവിടെ തൻവീന് ശേഷം ഹാ വന്നു. ഓക്കെ. അടുത്ത് നോക്കാം. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. നിങ്ങൾ പറ, ഇവിടെ നമ്മൾ പഠിച്ച എന്തെല്ലാം ഉണ്ട്? ആദ്യം നമ്മൾ തപ്പി നോക്കണ്ട് സാക്കിനായ നൂനോ തൻവീനോ ഉണ്ടോ നോക്കുക. വേഗം നോക്കിയാട്ടെ. സുക്കൂനുള്ള നൂന് പറഞ്ഞാൽ എന്താ? ഒന്നില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പൂജ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ലാത്ത നൂനാണ്. ശേഷമുള്ള അക്ഷരം ലാമാണ്. നമ്മൾ ലറ പഠിച്ചിരുന്നില്ല അല്ലേ? ലറമോള് അത് ഏതിലായിരുന്നു? ഇദ്ഗാമും ബിലാഗുന്ന. അപ്പോൾ ഇവിടെ ഇദ്ഗാമും ബിലാഗുന്നയാണ്. അപ്പോൾ ഇദ്ഗാം ബിലാഗുന്നൻ്റെ വാക്ക് ഏതാ? അവിടെ മില്ലദുൻക, ഇവിടെ നൂനുണ്ട്. ഓക്കെ. പൂജയുള്ള സുക്കൂനുള്ള നൂനാണ് അല്ലേ? ഒന്നുമില്ലാത്ത നൂനാണല്ലോ. ശേഷമുള്ള അക്ഷരം ഏതാ? കാഫാണ്. കാഫ് എവിടെ പഠിച്ച്? ഇഖ്ഫ അല്ലേ? കഫഖ. അപ്പോൾ ഇവിടെ ഇഖ്ഫാണ്. മില്ലദുൻക. അടുത്ത് റഹ്മതൻ വ, ഇവിടെ എന്താ ഉണ്ടല്ലോ? തൻവീൻ ഉണ്ട്. തൻവീന് ശേഷം വാവ്. അപ്പോൾ ഇദ്ഗാമും ബിഗുന്ന. കാരണം എന്താ? നൗമി പെട്ടതാണ്. മിൻ അംരി, ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരൊറ്റ ആയത്തിന് ഇഷ്ടം പോലെ ഉദാഹരണങ്ങളാണ് കേട്ടോ. നമ്മൾ പഠിച്ച എല്ലാം കൂടി ഒരുമിച്ച് കൂടിയാണ്. ഇപ്പോൾ ഹയ്യലന മിൻ അംരിന. അപ്പോൾ ഇത് തന്നെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് ഇവിടുത്തെ ഇൽഹാർ ഏതാണ്, ഇദ്ഗാം ഏതാണ്, അങ്ങനെ ചോദിച്ചിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇദ്ഗാമിൻ്റെ അക്ഷരം അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ മിൻ അംരിന, ഇവിടെ എന്താ കണക്ക്? സാക്കിനുണ്ടോ? ഉണ്ട്. ശേഷമുള്ള അക്ഷരം അംസാണ്. അംസ ഏതിൻ്റെ അക്ഷര? ഹൽക്കിൻ്റെ അക്ഷരമാണ്. ഹൽക്കിൻ്റെ അക്ഷരം തന്നെയാണ് ഇൽഹാറിൻ്റെ അക്ഷരം. അപ്പോൾ ഇവിടെ ഇൽഹാറാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പാഠത്തിലും അക്ഷരങ്ങൾ പ്രത്യേകം പഠിക്കുക. ബാക്കി നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങും. പിന്നെ ഉദാഹരണങ്ങൾ തന്നാൽ ആ ഉദാഹരണം ഇദ്ഗാം ബിഗുന്നയാണോ ബിലാഗുന്നയാണോ എന്നൊക്കെ നോക്കുക. പിന്നെ നിങ്ങൾക്ക് പറയും ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ 4, 6, 8 അങ്ങനെ ഓപ്ഷൻ തരും. അപ്പോൾ ഏതാണ് ശരി? ബിഗുന്നൻ്റെ അക്ഷരങ്ങൾ 4ആണ്, ബിലാഗുവിൻ്റെ അക്ഷരങ്ങൾ 2ആണ്. ഓരോ പാഠത്തിൻ്റെയും അക്ഷരങ്ങളുടെ എണ്ണം പ്രത്യേകം പഠിക്കുക. ഓരോ പാഠത്തിൻ്റെയും അക്ഷരങ്ങൾ ഏതാണെന്നും പഠിക്കുക. ഓക്കെ. അതിനെല്ലാം നമ്മൾ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞു.
നിങ്ങൾ ധൈര്യമായി എഴുതിക്കോളി, 20 മാർക്ക് ഷുവർ ഇൻഷാ അല്ലാഹ്. ബൈ ബൈ.